ഹലോ ഗായ്സ്, വെൽക്കം ടു 19 സ്റ്റാർ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സ്വാഗതം 19 സ്റ്റാറിൻ്റെ യൂട്യൂബ് ചാനലിലോട്ട്. അപ്പോൾ ഫസ്റ്റ് റൗണ്ടാണ്, GIT എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നോ എന്താ ഇപ്പം ക്ലാഷ് സ്ക്വാഡ് മാത്രം കളിക്കുന്നത്, CS റാങ്കും BR റാങ്കും ഒന്നും എന്താ കളിക്കാത്തതെന്ന്. നമുക്ക് സെറ്റാക്കാം. നമ്മൾ ഓരോ സ്കോർ ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് സെറ്റാക്കി വരാം. പിന്നെ ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു, അങ്ങോട്ട് കയറിപ്പോയി. ഓനെ ഡാം എടുത്തപ്പോഴത്തേന് പാക്കിന് ആരും ആയിരുന്നു. പിന്നെ എനിക്ക് തന്നെ ഡാം വന്നു, ഓനെ കംപ്ലീറ്റ് ആക്കി. പിന്നെ എനിക്ക് കുറച്ച് ഡാമുകളിൽ ഞാൻ ഇങ്ങോട്ട് കയറിയപ്പോൾ ടീമേറ്റ് ഇന്നെ ഒരാൾ ബാക്കിൽ നിന്ന് അടിച്ചു, ഓനെ ടീമേറ്റും നോക്കാക്കി. ഇതാ പുതിയ റൈസ്റ്റാർ ഞാനിപ്പോഴാണ് കാണണേ. ഏതോ മലയാളീസാണ് തോന്നുന്നുണ്ട് റൈസ്റ്റാറൊക്കെ ഇട്ട് കണ്ടു വരുന്നത്. അങ്ങനെ ഡബിളായി. പിന്നെ ഒരു തീ പോർന്ന IR റൈസ്റ്റാറിൻ്റെ ആയിരുന്നു. തീ പോർന്നൊരു ഹെഡ് അടിച്ചുകൊണ്ട് ഫസ്റ്റ് റൗണ്ട് നമ്മളെടുത്തു. സെക്കൻഡ് റൗണ്ടായി. സെക്കൻഡ് റൗണ്ട് ഞാൻ തോമസിനും എടുത്തു. തോമസിനും പിന്നെ ഇങ്ങനെ അടിയിൽ പോയപ്പോൾ ഇവിടെ മഷ്റൂം ഉണ്ടായിരുന്നു, മഷ്റൂം എടുത്തു, സെറ്റാക്കി. പിന്നെ ഈ മാച്ചായി. സെക്കൻഡ് റൗണ്ടായി. സെക്കൻഡ് റൗണ്ടിലെ നമ്മൾ ഈ സൈഡിൽ കൂടി വേറെ വിചാരിച്ചു. ഈ കളിയിൽ നമുക്ക് എയ്സ് എടുക്കണം, അതാണ് നമ്മളെ ലക്ഷ്യം. എയ്സ് എടുക്കുക എന്നാണ് നമ്മളെ ഏക ലക്ഷ്യം. എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ, അതാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ പ്ലീസ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്നപ്പോൾ ഇവിടെ ആരും ചെയ്യുന്നു. പിന്നെ ഇങ്ങോട്ട് പോയി അവിടെ അതിൻ്റെ മേലെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോമസിനെ ഇട്ടു, നല്ലൊരിത് കൊടുത്തു. അങ്ങനെ ഓനെ അവിടെ നോക്കാക്കി. പക്ഷെ അവന് ഗ്ലൂ വാൾ ഇട്ടു, എങ്ങനെ അറിയില്ല. എനിക്കൊന്നെ ഓനെ സോണിയ പവറിൽ ഗ്ലൂ വാൾ ഇട്ടതാണെന്ന്. പക്ഷെ അവിടെ ആരെങ്കിലും ഉണ്ടോ വിചാരിച്ചു. പക്ഷെ നോക്കിയപ്പോൾ ആ കില്ല് നമുക്ക് കിട്ടിയെന്ന്. പിന്നെ പിന്നെ അവിടുന്ന് നിർത്തിണ്ടായിരുന്നു. ഓനെ തീർത്തപ്പോത്തിന് രണ്ട് ടീമേറ്റിന് തീർത്തു. ഓനക്ക് നല്ല ഡാമുണ്ടായിരുന്നു. ഓന് നമ്മൾ തീർത്തു. ഓനടിക്കാൻ നിന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് റൗണ്ടിൽ നമ്മളെ ബാക്കിൽ നിന്ന് വന്ന് തീർത്തത്. ഓൻ ആ റിവെഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓനെ തീർക്കാൻ വിചാരിച്ചിരുന്നു, ആ തീർത്തിട്ടുണ്ട്. പിന്നെ MP40 എടുത്തു. പിന്നെ 300 രൂപ ഉണ്ടായിരുന്നു. മഷ്റൂം കൊടുത്ത്. പിന്നെ ബാക്കി 100 രൂപയായിരുന്നു. അത് ഏറ്റവും കാര്യമില്ല, കാരണം മഷ്റൂമാണ്. ലെവൽ 3 ആണ്, ലെവൽ മാക്സ് ആണ്. അതുകൊണ്ട് വെറുതെ വേസ്റ്റ് ആവും. ടീമേറ്റിൻ്റെ അടുത്ത് എല്ലാവരുടെ അടുത്തും മഷ്റൂം ഉണ്ടെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ട് പിന്നെ മഷ്റൂം ഒന്നും എടുത്തില്ല. പിന്നെ ഞാൻ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. MP40യും അതേമാതിരിയും തോമസിനും ഉണ്ട്. ഇവിടേക്ക് വന്നപ്പോൾ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഓനെ നോക്കാക്കി. അപ്പോൾ വേറെ ഇവിടുന്ന് അവിടെ ഇരുന്ന് നോക്കിയപ്പോൾ മേലെന്ന് ഞാൻ എന്ത് ആവശ്യമാണോ എനിക്കറിയില്ല, ഇവിടെ നിന്ന് ഇങ്ങനെ അടിച്ചിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കയറി പോവാൻ വിചാരിച്ചു. ആദ്യം ഇവിടെ നിന്ന് നോക്കട്ടെ, എന്നിട്ട് കയറി പോവാം. എന്തായാലും ഇവിടെ നിന്ന് കിട്ടൂല മനസ്സിലായി. ഞാൻ കയറിപ്പോയി. ടീമേറ്റ് ഒപ്പം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, മേലെ പെട്ടെന്ന് ടച്ച് കിട്ടിയില്ല എന്ന് തോന്നുന്നു. പെട്ടെന്ന് അടിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും എലിമിനേറ്റഡ് ആയി. പക്ഷേ 2 ഗണ്ണുള്ള ഇതായിരുന്നു. പിന്നെ നമ്മളെ ടീമേറ്റ് സ്നൈപ്പറും പിടിച്ച് കണ്ടുപിടിക്കുന്നുണ്ടായിരുന്നു. ഓനക്ക് ഡാം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഓൻ ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. ടീമേറ്റ് ഇതേമാതിരി ഇങ്ങോട്ട് തന്നെ വന്നു. ഓനക്കല്ല ഡാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇവിടെ ഒരാൾ മെഡിക്കറ്റ് അടിക്കണ്ടായിരുന്നു. ഓനെ പൊക്കാൻ വേണ്ടി നിന്നപ്പോൾ തന്നെ നമ്മളെ ടീമേറ്റ് അവനെ തീർത്തു. പിന്നെ അവിടെ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ്റെ തല കാണുകയാണ്, പക്ഷേ എനിക്ക് അടിക്കാൻ പറ്റിയില്ല. പിന്നെ അവനെ AIGൻ്റെ ലെവൽ 1 ആക്കിയത് ഉണ്ടായിരുന്നു. അതേറ്റവും പോയി. അങ്ങനെ അവിടെ 3-ാം നമ്പർ ഉണ്ടായിരുന്നു. 3-ാം നമ്പർ നോക്കായി. പിന്നെ ഇനി ഒരുത്തനും കൂടി ഉണ്ടോ, അടിയൊക്കെ വരും എന്ന് വിചാരിച്ചാണ്ട് ഇപ്പോൾ അടിയിൽ ചാടിയാണ്ട് ഇവിടെ നിന്നു. ഇതിൻ്റെ മേലെ നിന്ന് ചാടിൽ വിചാരിച്ചാണ്ട് ഇവിടെ നിന്നു. ടീമേറ്റ് എനിക്ക് തോന്നുന്നു അതിൻ്റെ മേലെ നിന്ന് ചാടും വിചാരിച്ചാണ്ട് പെടുന്നേ. പക്ഷെ ബാക്കിൽ വന്നുകൊണ്ട് ഇങ്ങനെ തലമുറക്കും ഇങ്ങനെ നോക്കി നിൽക്കേണ്ടിയിരുന്നു. ടീമേറ്റ് കറക്റ്റ് ടൈമിൽ ഓൻ കണ്ടും ചെയ്തു, ഓനെ തീർത്തും ചെയ്തു. അങ്ങനെ 2 റൗണ്ടായി. നമ്മൾ ടീമിൻ്റെ ഏജ് ലെവൽ 2 ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പ്രാവശ്യം MP40 എടുത്തു. അപ്പോൾ ഇതിന് ക്യാഷും തീർന്നു. ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. വുഡ് പക്കർ എടുക്കാനായിരുന്നു പ്ലാന്. ഇനി കുഴപ്പമില്ല വിചാരിച്ച് ഒരു ഗ്ലൂ വാളും എടുത്ത് മഷ്റൂമൊക്കെ സെറ്റാക്കി, എല്ലാം സെറ്റാക്കി. പിന്നെ ഗ്രനേഡൊക്കെ എടുത്ത് റെഡിയായി.
പിന്നെ ഈ മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. എല്ലാവരും ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്ത് ഒന്ന് പവറാക്കി ഒന്ന് ലൈക്കും സപ്പോർട്ടും ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബും ചെയ്യണേ. പിന്നെ അടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേലെ കയറി അടിയിൽ അവനെ മൈൻഡ് ചെയ്തില്ല. പിന്നെ അടിയിൽ നിന്ന് വരുമോ വിചാരിച്ച് അപ്പോഴത്തേനും ഇവിടേക്കൊരു ചാടി വന്നു. അവനെ തീർക്കാൻ പറ്റിയില്ല. പിന്നെ അവൻ അവിടെ ഗ്ലൂവാളിട്ട് അടിച്ചു. പിന്നെ മറ്റോനെ കാത്തുനിന്ന് ഞാൻ മടുത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴത്തേനും അത തന്നെ അടിച്ചു. പക്ഷെ എൻ്റെ മുഖത്തേക്ക് ഒന്നും കണ്ടില്ല. പിന്നെ ഗ്രനേഡ് വന്നു. പക്ഷെ ഫോണിന് ടച്ച് കിട്ടാത്തതുകൊണ്ട് ഓടാൻ പറ്റിയില്ല. ഭാഗ്യത്തിന് കറക്റ്റ് ടൈമിൽ ഓടി. ഓടിയല്ല, ഗ്രനേഡ് കുറച്ചും കൂടി അപ്പുറത്തേക്കാണ് വീണത്. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. HP 8 ഉള്ളായിരുന്നു ഞാൻ. പിന്നെ വലിയ മെഡിക്കറ്റ് 200 റുപ്യ കൊടുത്തുകൊണ്ട് അത് വാങ്ങിയതിന്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരാളുണ്ട്, മനസ്സിലായി. ഓനെ നോക്കാക്കി ഇട്ടു. അവിടെ ഓനെടുത്തുകൊണ്ട് നോക്കാക്കി ഇട്ടു. പിന്നെ ടീമേറ്റ് ഓനെ നോക്കി. അപ്പോൾ ആ റൂഫിൻ്റെ മേലെ ഇരുന്നു ഒറ്റുള്ളത്. പിന്നെ ഞാൻ ഗ്ലൂ വാൾ ഇട്ടു. എന്നിട്ട് മെഡിക്കറ്റ് അടിച്ചപ്പോഴത്തിന് ബാക്കിൽ നിന്ന് സോൺ വന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ ഇവിടുന്ന് ചാടികാണ്ട് ഇവിടുന്ന് മെഡിക്കറ്റ് അടിച്ചു. ഇവിടുന്ന് അങ്ങനെ മെഡിക്കറ്റൊക്കെ അടിച്ചു കഴിഞ്ഞു. പിന്നെ ഇവിടെ സോണാണ് വന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇതിൽ കൂടെ അങ്ങനെ കയറി. അപ്പോഴത്തേനാണ് ടീമേറ്റ് ഫിനിഷ് ചെയ്തു. അങ്ങനെ ഈ കളി പോയി അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ബൈ. താങ്ക് യു.